അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ ഹെവി വ്ളോഗ്. ഞാനിപ്പോൾ പോകുന്നത് വാട്ടർഫോർഡുള്ള ഒരു GA ക്ലബിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ഒരു അടിപൊളി പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ കാഷ്വലായിട്ട് നടന്നു പോകുന്ന കാര്യമാണ്. അപ്പോൾ പക്ഷേ അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പം നമ്മുടെ ക്രിക്കറ്റ് ഇൻഡോർ പ്രാക്ടീസും പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പോയി അത് ആരാണ് നടത്തുന്നതെന്നും അതിൻ്റെ ബാക്കിലത്തെ ഒരു സ്റ്റോറിയും അതെങ്ങനെയാണ് ഇവിടെ വാട്ടർഫോർഡ് ഒരു ക്രിക്കറ്റ് ക്ലബ്ബ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും എല്ലാം നമുക്ക് പോയി നോക്കാം. പിന്നെ അതുപോലെ ക്രിക്കറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവരിലോട്ടൊക്കെ ജോയിൻ ചെയ്യണമെങ്കിൽ എന്ന് വെച്ചാൽ ഈ ക്രിക്കറ്റ് ക്ലബിനെ കുറിച്ച് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിലോട്ടൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഇവിടെയും ഇങ്ങനെയുള്ള ഇപ്പം മഴയുള്ള രാജ്യമാണെങ്കിലും ഒരുപാട് ഇങ്ങനത്തെ ഇൻഡോർ പരിപാടികൾ നമ്മളുടെ ഫ്രണ്ട്സ് ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ തകർത്ത് കളി നടക്കുവാണ് കേട്ടോ. അപ്പം ഞാനിപ്പം നമ്മുടെ ജിജോ ബ്രോ ഇവിടെ ഉണ്ട്. ഹലോ. അപ്പം ജിജോ ബ്രോ, അപ്പം നിങ്ങൾക്ക് എല്ലാവരെയും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി ആരൊക്കെയാണ് ഇതിന്റെ പരിപാടി എന്നൊക്കെ ഒന്ന് നമുക്ക് പറയാം. ആദ്യമായിട്ട് പരിചയപ്പെടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സെക്രട്ടറിയാണ് ജിജോ. ഇതാണ് ഇപ്പൊ വൈക്കിങ്സ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ സെക്രട്ടറി ജിജോ കുര്യാക്കോസ്. അപ്പോൾ പുള്ളിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആ ക്ലബ്ബ് നടന്നുകൊണ്ട് പോകുന്നത്. ഓക്കെ. അപ്പം ഞങ്ങളിപ്പം ഇൻഡോർ ഇതൊരു പ്രാക്ടീസ് സെഷൻ ആയിട്ടാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് കണക്ക് കൂട്ടുന്നത്. ഓക്കെ. അല്ല, അതിനു മുന്നേ തന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാം. നിങ്ങളുടെ ഫുൾ കറക്റ്റ് പേര്? വാട്ടർഫോർഡ് വൈക്കിങ്സ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ക്രിക്കറ്റിന്റെ ബേസിൽ തുടങ്ങിയ ക്ലബ്ബാണ്? ക്രിക്കറ്റിന്റെ ബേസിൽ തുടങ്ങിയ ക്ലബ്ബാണ്. 2021 ജൂണിൽ തുടങ്ങി. ഓക്കെ. അപ്പം ഒരു കൂട്ടം ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് തകർക്കാൻ വേണ്ടി ചെയ്തതാണല്ലേ? ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ബാക്കി റിക്രിയേഷണൽ പരിപാടി അങ്ങനെ എന്തെങ്കിലും? ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ക്രിക്കറ്റായിട്ട് തുടങ്ങിയിട്ട് പിന്നെ ഞങ്ങളത് പിന്നെ നെക്സ്റ്റ് ആയിട്ട് വന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വടംവലി ക്ലബ്ബ് വടംവലി ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തതിനോടൊപ്പം തന്നെ ഞങ്ങൾ ബാഡ്മിന്റൺ, ഫുട്ബോൾ ഈ 2 ഗെയിമുകൾ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പം അതിൻ്റെ പ്രാക്ടീസ് സെഷൻസ് നടക്കുന്നുണ്ട്. ഫുട്ബോളിനും ബാഡ്മിന്റനും രണ്ടും ഈ വീക്ക് ഡേയ്സിൽ ഈവനിങ് വെനസ്ഡേകളിൽ ഫുട്ബോളും ബാഡ്മിന്റൺ ട്യൂസ്ഡേ ആൻഡ് ഫ്രൈഡേ. ടഗ് ഓഫ് വാർ ഇപ്പം ഓഫ് സീസൺ ആയതുകൊണ്ട് നമ്മളപ്പോൾ ചെയ്യുന്നില്ല. ബട്ട് ആക്ച്വലി നമ്മൾ 4 ക്ലബ്ബുകൾ അണ്ടറിലാണ് ഈ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്നത്. അതിൻ്റെ അണ്ടറിൽ നമ്മൾ 4 ക്ലബ്ബുണ്ട്. ഓക്കെ. എല്ലാം കൂടെ ഒന്നിച്ച് നന്നായിട്ട് രീതിയിൽ പോകുന്നുണ്ട്. സാറ്റർഡേ എല്ലാം 3 to 6 ആണ് നമ്മളിവിടെ കളിക്കുന്നത്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇൻഡോർ ആണോ കൂടുതലും നിങ്ങൾ? ഇൻഡോർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ സീസണിന്റെ ഓഫ് സീസൺ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇൻഡോർ ആണ്. അല്ലെങ്കിൽ നമുക്ക് വെതർ അനുസരിച്ച് ഔട്ട്ഡോർ എല്ലാം കളിക്കും. ഏപ്രിൽ മെയ്യോടനുബന്ധിച്ച് നമ്മൾ ഔട്ട്ഡോറിലോട്ട് മാറും. ഓക്കെ. ഓക്കെ. അപ്പം 250ഓളം ആൾക്കാരുള്ള ഒരു സ്ട്രോങ് ആയി ഇപ്പൊ അല്ലേ? നല്ല രീതിയിൽ അയർലൻഡിലെ പ്രധാനപ്പെട്ട ക്ലബിലൊന്നാണ്. ഓക്കെ. അപ്പം ഇപ്പം ബ്രോയുടെ പേര് ജിജോ, സെക്രട്ടറി. ഓക്കെ. ഇനിയിപ്പോ അടുത്ത ആളെ ഒന്ന് പരിചയപ്പെടുത്തി. ഓക്കെ. ഹലോ ബ്രോ. ഓക്കെ. ഓക്കെ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ടോമാണ്. ഓക്കെ. ടോമിന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ നടന്നു പോകുന്നത്. നമ്മളെ സൈനോ പറഞ്ഞോ. ബാഡ്മിന്റന്റെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നു. അടുത്ത മാർച്ചിൽ നമ്മൾ അണ്ടർ 25 ഏജിന് താഴെയുള്ളവരുടെ എബോവ് 8 ഏജിന് മേളിലോട്ടുള്ളവരുടെയും കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ബാഡ്മിന്റൺ. അതിന്റെ എല്ലാ രീതിയിലുള്ള നേതൃത്വം എന്ന് പറയുന്നത് സൈനോ അല്ലേ ബ്രോ? ഓക്കെ. ഹലോ ബ്രോ. അപ്പം നിങ്ങളിവിടെ ഫുൾ ഒരു സ്പോർട്സ് ഹബ്ബ് ഉണ്ടാക്കി എടുക്കുകയാണല്ലേ? ഓക്കെ. അവരുടെ സഹകരണവും എല്ലാം നമുക്ക് അതിന് അത്യാവശ്യമാണ്. ഓക്കെ. അപ്പം നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇവൻ ആസ് എ പേഴ്സൺ ഒരു സിംഗിൾ ഒരാളുടെ ആണെങ്കിൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ കാര്യമാണ്. ഓക്കെ. എല്ലാവിധ സഹകരണ പ്രദേശവും നമ്മൾ മുന്നോട്ട് ശക്തമായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളിപ്പം ഇതിനുള്ള ടൈം എങ്ങനെയാണ് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത്? ഈ കളിക്കാനും ഡ്യൂട്ടിയും എല്ലാം കൂടെ എല്ലാം നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഡ്യൂട്ടിയൊക്കെ കഴിയുന്നു. അതിനിടയ്ക്ക് ഫാമിലിയും കാര്യങ്ങളൊക്കെ പോകണം. പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെല്ലാത്തിനോട് കൂടി ഓക്കെ. അപ്പം നോർമലി സാറ്റർഡേ സൺഡേ ആണോ കളികളും എല്ലാം വരുന്നത്? നമ്മുടെ കളികളൊക്കെ ബാഡ്മിന്റൺ നമ്മൾ കളിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീക്ക് ഡേയ്സിൽ കളിക്കും. ഈവനിങ്. ഓക്കെ. ഓക്കെ.
ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ വീക്കെൻഡിലാണ് കളിക്കുന്നത്. വെനസ്ഡേ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒരു ഫുൾ കമ്മ്യൂണിക്കേഷൻ പോകുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴിയാണോ? അത് നമുക്ക് തന്നെ 4-5 ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, അതിന് സബ് ഗ്രൂപ്പുകളുണ്ട്. ബാഡ്മിന്റൺ ഒരു ഗ്രൂപ്പ് ഉണ്ട്, നമ്മൾ പറഞ്ഞ ഫുട്ബോളിനുണ്ട്, പിന്നെ ടഗോവാറിനുണ്ട്, മെയിൻ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ ഒരു 11 അംഗങ്ങളുടെ കമ്മിറ്റി ഉണ്ട്. അവരെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് ചുമതല. ഞാൻ പറഞ്ഞ പോലെ സൈനോ ആണ് ബാഡ്മിന്റൺ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ സെക്രട്ടറി ആണെന്നോടൊപ്പം ഫുട്ബോളിന്റെ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് നോക്കി നടത്തുന്നത്. ക്രിക്കറ്റ് നമ്മളെല്ലാവരും കൂടെ കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഒരു കൺവെയിൻ ചെയ്യുന്നത് നമ്മൾ ഗ്രൂപ്പിൽ കൂടെ തന്നെയാണ്. അവൈലബിലിറ്റി എല്ലാം ചെക്ക് ചെയ്യുന്നതും എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മെസ്സേജുകളെല്ലാം കൺവേ ചെയ്യുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ തന്നെയാണ്. ഓക്കെ, അപ്പം എനിക്ക് പിന്നെ ചോദിക്കാൻ, എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ആയിരിക്കും ഇതിലോട്ട് ജോയിൻ ചെയ്യാൻ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കാണുമല്ലോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? മെമ്പർഷിപ്പ് എങ്ങനെയാണ്, അതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്, അതൊക്കെ ഒന്ന് പറയാൻ പറ്റും? ക്ലബ്ബില് ക്രിക്കറ്റ് ഒബ്വിയസ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ക്രിക്കറ്റിനോടുള്ള താല്പര്യമുള്ളവരുടെ ഗ്രൂപ്പ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലോട്ട് വരാൻ താല്പര്യമുള്ളവരെ നമ്മുടെ അടുത്ത് എന്തായാലും വന്ന് കമ്മിറ്റിക്കാരോട് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടും. നമ്മൾ കമ്മിറ്റി ജസ്റ്റ് ഒന്ന് നോക്കും, ജസ്റ്റ് അവരുടെ ഒരു ക്രിക്കറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് നോക്കി നമ്മളുള്ള താല്പര്യം നോക്കി അതനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് എൻക്വയറീസ് വരും നമ്മുടെ മീഡിയ. ഇതാണോ ഇൻസ്റ്റാഗ്രാമും അതൊക്കെ വഴിയാണ്? നമ്മളതിനകത്ത് നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യും, ഇങ്ങനെ പ്ലേയേഴ്സിനെ തേടുന്നുണ്ട്, ഓക്കെ, അഡ്വർടൈസ്മെന്റ് ഒക്കെ മീഡിയ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എൻക്വയറീസ് നമ്മുടെ ഒഫീഷ്യൽ ഇമെയിൽ അഡ്രസ്സിലോട്ട് വന്ന് നമ്മളെ കോൺടാക്ട് ചെയ്ത് അവരെ പിന്നെ നമ്മൾ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തിട്ട് അവർക്ക് ഏത് ഗെയിമാണ്, ഇപ്പം ബാഡ്മിന്റൺ, ചിലവർ ബാഡ്മിന്റൺ ആയിരിക്കും, ചിലപ്പോൾ ഫുട്ബോൾ ആയിരിക്കും, ക്രിക്കറ്റ് ആയിരിക്കും, അത് ഏത് ഗെയിമാണെന്ന് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ ആ ഒരു ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. പക്ഷേ വൈക്കിങ്സിന് ഫുള്ളായിട്ട് ഒരു മെയിനായിട്ടൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നിന്നുള്ള സബ് ഡിവിഷനാണ് ഈ 4 ഗ്രൂപ്പും. ഓക്കെ, ഓക്കെ. അപ്പം അതിൽ ഏറ്റവും ടോപ്പായിട്ട് കളിക്കുന്ന ആൾക്കാരെ വെച്ചാണ് നിങ്ങൾ ഈ ടൂർണമെന്റും കാര്യങ്ങൾക്കും എല്ലാം പോകുന്നത്? ടൂർണമെന്റിന് നമുക്ക് സെലക്ഷന് വേറൊരു കമ്മിറ്റി ഉണ്ട്. സെലക്ഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതേപോലുള്ള പ്രാക്ടീസ് സെഷന് വന്ന് നമ്മൾ അതിനകത്തുള്ള ബെസ്റ്റ് പ്ലെയേഴ്സിനെ മാത്രം, പിന്നെ അവൈലബിലിറ്റി അതെല്ലാം കൂടെ നോക്കിയിട്ട് സോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്തുള്ള ഒരു ബെസ്റ്റ് പ്ലേയേഴ്സിനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് ഒരു ടൂർണമെന്റിന്റെ വിന്നേഴ്സ് ആവാൻ പറ്റി, അതേപോലെ 2 ടൂർണമെന്റ് റണ്ണേഴ്സ് ആവാം. ഓക്കെ, ഓക്കെ, ഓക്കെ. പിന്നെ പ്രധാനമായും നമ്മൾ ടോപ്പ് പ്ലേയേഴ്സിനെ മാത്രമല്ല കൊണ്ടുപോകുന്നത്, അല്ലാതെ ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് അവസരം കൊടുക്കുക, അവർക്ക് കളിക്കുക. ചിലർക്ക് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ വരുന്നത്. എല്ലാവരും ടോപ്പ് പ്ലേയേഴ്സ് അല്ല, പക്ഷെ നമ്മുടെ ചേർന്ന് നിൽക്കുന്നവരുണ്ട്. അവരെയും നമ്മൾ ചേർത്ത് നിർത്തി അവരുടെ സാഹചര്യവും മനസ്സിലാക്കി നമ്മൾ അവരെ കളിക്ക് കൊണ്ടുപോകുന്നുണ്ട്. വരുന്ന സമയത്ത് നമ്മൾ ഓരോ ടീം അല്ലെങ്കിൽ 2 ടീം അങ്ങനെ പോകും. അപ്പൊ നിങ്ങൾ നോർമലി കളിക്കുമ്പോൾ എത്ര 6 ഓവർ ആണോ കളിക്കുന്നത്, അതോ 8 ഓവറോ? 6 ഓവറോ? അതെ, 6 ഓവർ ഗെയിം. ടൂർണമെന്റ് എല്ലാം 6 ഓവർ. ഓക്കെ, ആ ഒരു രീതിയിൽ തന്നെയാണ് പ്രാക്ടീസുകളും നമ്മൾ എല്ലാം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു യൂസ് ടു ആവുമല്ലോ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ നല്ല തകൃതിയായിട്ട് പരിപാടികളും കളികളും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ഇവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. ഒരു ബോൾ. ഇതിലെങ്ങനെയാണ് ഇതിന്റെ റൂൾസ്? നമ്മളിവിടെ എവിടെയൊക്കെയാ 6 അങ്ങനെയൊക്കെ പറയുന്നത്? ജസ്റ്റ് സ്ട്രൈറ്റ് മാത്രമേ ഉള്ളൂ. സ്ട്രൈറ്റ് പൊങ്ങി തട്ടിയ 6 മാത്രം. ഇത് 2 സൈഡും ഇല്ല. ജസ്റ്റ് പിന്നെ എല്ലാം ഓടി എടുക്കുക എന്നുള്ള രീതി മാത്രം. ഇവിടെ 4 ഒന്നും ഇല്ല. ഒരു 4 6 ഐ മീൻ സ്ട്രൈറ്റ് 6 and 4 മാത്രം. ഓക്കെ, ഈ 2 സൈഡ് തട്ടിയ സിംഗിൾസ് മാത്രം അല്ലേ? അതുപോലെ തട്ടി പിടിച്ചാലും മതി, കുഴപ്പമില്ല. ഔട്ടില്ല. ഓക്കെ, ഓക്കെ. പിന്നെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന് ഇത് ഭയങ്കര നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ, നമുക്കൊരു ആക്ടിവിറ്റി കിട്ടാനും എല്ലാത്തിനും. You could try to play but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hands stained from the people who deceive me. Muddy hands break through the chains, go free me. Looking for change, looking for pain. Pulling a mob, pushing a train. I'll never stop, stick to a lane. Pick up the pieces and go rearrange. I'll be the best above all the rest, put me to the test and expect nothing less, you check as I'm chess, what's happening next, yeah. He got the venom, a tangible weapon, no coming in second. This life is a lesson, he got a new engine from pain, it's a blessing. New focus, no guessing, just bold and obsession. All in his possession, you got their attention. I'll leave an impression and take your redemption. Just kill no discretion, your mind is a weapon. 11-11, it's time for progression. You could try to play but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hands stained from the people who deceive me. Muddy hands break through the chains, go free me. People like sheep move feet, hurt it easy. You don't wanna be fast asleep when they scheme. When they try to change, you can say no, free me. അപ്പൊ ജിജോ ബ്രോ, ഇനി ഇപ്പൊ നമുക്ക് ആരെയാ പരിചയപ്പെടാനുള്ളത്? ഇതാണ് ഞങ്ങളുടെ ക്ലബിന്റെ പ്രസിഡന്റ് ജോബിൻ. ഓക്കെ, ഹലോ ബ്രോ. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ ജോബിൻ. അപ്പൊ ഞാനിങ്ങനെ അറിഞ്ഞായിരുന്നു നിങ്ങൾക്കൊരു നല്ലൊരു അച്ചീവ്മെന്റ് ഇവിടെ ഉണ്ടായിരുന്നു. നല്ല നമ്മൾ കൗണ്ടി കൗൺസിൽ 2 years മുമ്പായിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ വൈക്കിങ്സ് ത്രൂ നമ്മൾ അപ്ലൈ ചെയ്തിരുന്നു. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് നമ്മൾ നമ്മുടെ
മറ്റുള്ള പല ലൈസൻസിങ് പ്രോസസ്സും നമ്മൾ ഫിനിഷ് ചെയ്തിരുന്നു. ഓക്കെ. ഈ കാലയളവുകൾ കൊണ്ട് തന്നെ ഒരു 2 മാസത്തിനുള്ളിൽ നമുക്ക് കൗണ്ടി കൗൺസിലിൽ നിന്ന് ഒരു 9 ഏക്കർ ലാൻഡ് ലൈസൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 9 ഏക്കർ. ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് അത് നമ്മൾ അവിടെ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്പോർട്സ് ഹബ് പോലെ എന്ത് വേണമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാം. ക്രിക്കറ്റ് കൂടാതെ ഫുട്ബോൾ, ബാഡ്മിന്റൺ, ഓക്കെ ടഗ് ഓഫ് വാർ, ഓക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഇതുവരെയുള്ള കമ്മിറ്റിയുടെ തീരുമാനം. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹോം ഗ്രൗണ്ട് പോലെ ആയി ശരിക്കും പറഞ്ഞു. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെമ്പേഴ്സിന് അടക്കമാണെങ്കിലും ഭയങ്കര ഒരു അച്ചടക്കമുള്ളവരുണ്ട്. ഓക്കെ, ഒരു കാര്യം പറഞ്ഞു കൺസേൺ ഉണ്ടെങ്കിൽ നമ്മൾ പറയും, കമ്മിറ്റി കേൾക്കും, നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട് ശരിക്കും പറഞ്ഞു. അടുത്തതായിട്ട് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് ഫെബിനാണ് നമ്മുടെ ടെന്നീസ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. അതേപോലെ എബിനാണ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടീം വൈസ് ക്യാപ്റ്റൻ. ഇത് പ്രസാദ്, ഇത് നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ്, ക്ലബിന്റെ ഓവറോൾ വൈസ് പ്രസിഡന്റ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ക്രിക്കറ്റിൽ ശരിക്കും നിങ്ങൾ ഹാർഡ് ടെന്നീസിലും കളിക്കും, കോർക്കിലും കളിക്കും, മറ്റേ ഒറിജിനൽ ഇതിലും കളിക്കും, സ്റ്റിച്ച് ബോളിലും കളിക്കും. അതപ്പോ ഔട്ട്ഡോർ ആയിരിക്കും അല്ലേ നിങ്ങൾ സ്റ്റിച്ച് ബോൾ കളിക്കും? സമ്മർ ടൈമിൽ നമ്മൾ സ്റ്റിച്ച് ബോൾ ഒരു ഇയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ 6 months വിന്റർ ടൈമാണ്. ഓക്കെ, നമ്മൾ ആ സമയത്ത് ഇവിടെയാണ് നമ്മൾ ഇൻഡോർ കളിക്കും. ഓക്കെ, 6 months നമ്മൾ ഔട്ട്ഡോർ ഉണ്ട്. ഔട്ട്ഡോർ ടൂർണമെന്റ്സ് ഉള്ളപ്പോൾ നമ്മൾ ഇൻഡോർ ടൂർണമെന്റ്സ് കളിക്കുന്നുണ്ട്. അതിനൊരു പ്രാക്ടീസ് സെഷൻ കൂടിയാണ്. നമ്മൾ 3 ടീമായിട്ട് ആള് ഒരു 30 to 35 പീപ്പിൾ ഉണ്ടെങ്കിൽ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ 6 hours മാച്ചസ് കളിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഇത്രയൊക്കെ ആയതിൽ ഒത്തിരി സന്തോഷം. ഒത്തിരി 2 years വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്തു. ലാസ്റ്റ് ഇയർ നമ്മൾ കുറച്ച് കപ്സ് ഒക്കെ വിൻ ചെയ്തു. പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ഐറിഷ് ടീമുകളുമായിട്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാറുണ്ട്? ഐറിഷ് ടീംസുമായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ ടൂർണമെന്റ്സ് കളിക്കാറില്ല. പക്ഷേ കെവിൻ ഒബ്രൈൻ ഉണ്ട്. കെവിൻ ഒബ്രൈൻ ഐറിഷ് പ്ലെയർ ആയിരുന്നു, IPL പുള്ളി കളിച്ചിട്ടുണ്ട്. ഓക്കെ, പുള്ളി നമുക്ക് കോച്ചിങ് സെഷൻ ഈ സമ്മർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊരു നല്ല കാര്യമാണ് കേട്ടോ. അയർലൻഡിലെ എല്ലാ നിയമ കാര്യങ്ങളും വെച്ചിട്ട് ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തു. ഓക്കെ, വാട്ടർഫോർഡ് വൈക്കിങ്സ് എന്ന് പറയുന്ന ആ ഒരു പേരിൽ ഈ ഒരു അയർലൻഡിൽ ഇനി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് എന്ന പേരിൽ അയർലൻഡിൽ ഇനി മറ്റുള്ള ഒരു ആൾക്കും ഈ ഒരു പേരെടുക്കാൻ പറ്റില്ല. ഒരു നോൺ പ്രോഫിറ്റബിൾ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തു. അതിന്റെ വൺ ഓഫ് ദ ട്രസ്റ്റിയാണ്. അപ്പം എന്തുകൊണ്ടും ഒത്തിരി 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 നല്ല കാര്യങ്ങളാണ് വാട്ടർഫോർഡിലെ നിങ്ങൾ നേടിയെടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റിയും ഇനി നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ ആ ലാൻഡ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് നല്ലൊരു സ്പോർട്സ് ഹബ് ആക്കി മാറ്റാനും ഒത്തിരി ഒത്തിരി ടൂർണമെന്റുകൾ നടത്താനും. അപ്പോൾ ഫ്രണ്ട്സ്, വാട്ടർഫോർഡ് വൈക്കിങ്സിന്റെ സ്റ്റോറി ഇവിടെ തീരുന്നില്ല. അങ്ങനെ കൗണ്ടി കൗൺസിൽ അവർക്ക് 9 ഏക്കർ, ഏകദേശം 9 ഏക്കർ സ്ഥലം അനുവദിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ അവർ നല്ലൊരു കിടിലം ക്രിക്കറ്റ് പിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ശരിക്കും അവർക്ക് വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു. കാരണം അവർക്ക് അത്രയും സ്ഥലം കൗണ്ടി കൗൺസിൽ അനുവദിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ അത് അവരുടെ ഹോം ഗ്രൗണ്ട് ആയിട്ട് ക്രിക്കറ്റ് പിച്ച് ഉണ്ടാക്കാനും പിന്നെ അത് മാത്രമല്ല അവിടെ ടൂർണമെന്റ്സ് നടത്താനും എല്ലാം അവർക്ക് നന്നായിട്ട് സാധിച്ചു. പിന്നെ അവിടെ തന്നെ അവർ ഇപ്പം വടംവലിക്ക് വേണ്ടിയുള്ള ടഗ് ഓഫ് വാറിന് വേണ്ടിയുള്ള കോർട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം അതും വാട്ടർഫോർഡ് വൈക്കിങ്സിന്റെ ഒരു നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം സ്വന്തമായിട്ട് ടഗ് ഓഫ് വാർ കോർട്ടുള്ള ഒരു ക്ലബ് എന്നുള്ള രീതിയിൽ അവർക്ക് ആ ഒരു അച്ചീവ്മെന്റ് നേടാൻ പറ്റി. പിന്നെ അത് കൂടാതെ അവർ ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് സെന്റ് പാട്രിക്സ് ഡേയിൽ അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു വാട്ടർഫോർഡ് വൈക്കിങ്സിന്റെ. അതിൽ അവർ കേരളത്തിന്റെ ഒക്കെ ഒരു കൾച്ചർ കാണിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ സെന്റ് പാട്രിക്സ് ഡേയിൽ വാട്ടർഫോർഡ് വൈക്കിങ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് അവർക്ക് പരേഡ് വിന്നർ ആയിട്ട് തന്നെ അവരെ സെലക്ട് ചെയ്തു കേട്ടോ. ഇവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നല്ല നല്ല കോൺട്രിബ്യൂഷൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ ഒരുപാട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അതിലെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വാട്ടർഫോർഡ്. അവിടുത്തെ കൗണ്ടി കൗൺസിൽ അവർക്ക് ഒരു ലാൻഡ് ക്രിക്കറ്റിന് വേണ്ടിയുള്ള രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് അവരുടെ സ്പോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കൊടുത്തതും, അതുപോലെ സെന്റ് പാട്രിക്സ് ഡേക്ക് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോഴത്തേക്കും അവരെ എന്ന് വെച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരു പരേഡ് വിന്നറായിട്ട് തന്നെ സെലക്ട് ചെയ്തതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സോഷ്യൽ ഇതിൽ അവർ നല്ല രീതിയിൽ ഇൻവോൾവ്മെന്റ് ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മളിപ്പം അയർലൻഡിലൊക്കെ വന്ന് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തൊക്കെ വന്ന് ജീവിക്കുമ്പം നമ്മൾ ശരിക്കും ഒരു ഗ്രൂപ്പായിട്ട് ഇവിടെ ഒരു കേരളം ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം പല രാജ്യങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പോകുന്നവർ അവിടെ ഒരു മിനി ഇന്ത്യ ആയിട്ടും അല്ലെങ്കിൽ ഒരു മിനി കേരളമായിട്ടൊക്കെ മാറ്റി അവരുടെ ഇതിലേക്ക് ഒതുങ്ങി കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ സോഷ്യൽ ഇതിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് ചെയ്യുവാണെങ്കിൽ അതാണ് ഇവിടുത്തെ ഉള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും അങ്ങനെയുള്ളതാണ് ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു വലിയ വിജയം എന്ന് പറയുന്നത്. ഇതുപോലെ സെന്റ് പാട്രിക്സ് ഡേക്ക് ഒരു നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് അവിടെയുള്ള ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് സ്പോർട്സുകളിൽ അവരെ ഇൻവോൾവ് ചെയ്യിക്കുക, അതിനുള്ള സർവീസ് കൊടുക്കുക. അവിടെ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ
അവിടെയുള്ള ആൾക്കാരും അവിടെയുള്ള ലോക്കലിയുള്ള ഐറിഷുകാരും എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫുട്ബോൾ മാച്ചസ് നടത്തുമ്പോഴത്തേക്കും അതിലും അവർ അവിടെയുള്ള ലോക്കൽ ആൾക്കാരെയും എല്ലാവരെയും മാക്സിമം ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ നോക്കും. അപ്പം അങ്ങനെയുള്ളൊരു ഇതാവുമ്പോഴത്തേക്കും ഇവിടുത്തെ സോഷ്യൽ ഇതിലേക്ക് കൂടുതൽ ഇൻവോൾവ്മെന്റ് നമ്മൾ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ, ഒരു ക്ലബ് എന്നുള്ള രീതിയിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുവാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്കും അത് ഭയങ്കര പോസിറ്റീവായിട്ടായിരിക്കും അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ഇവിടെ വന്നൊരു മിനി ഇന്ത്യ അല്ലെങ്കിൽ ഒരു മിനി കേരളം എന്നുള്ള രീതിയിൽ നമ്മളിലേക്ക് മാത്രം ഒരു കൂട്ടായ്മയായിട്ട് ഒതുങ്ങി കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഒരു സോഷ്യൽ സ്ട്രക്ചറിനെയും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സോഷ്യൽ ഇതിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലായിരിക്കും. അത് പല പല രാജ്യങ്ങളിലും പല പല സ്ഥലങ്ങളിലും ഞാനത് കണ്ടിട്ടുണ്ട്. പല രീതിയിലും ട്രോളായിട്ടും അതുപോലെ പല രീതിയിലും വീഡിയോ ആയിട്ടൊക്കെ പ്രചരിക്കുന്നത്. പക്ഷെ ഇവിടെയുള്ള ആൾക്കാരെ മാക്സിമം ഇൻവോൾവ് ചെയ്യിച്ച് പരിപാടികൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്കും കൂടി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ വാട്ടർഫോർഡ് വൈക്കിങ്സ് നടത്തിയ ബാഡ്മിന്റൺ ടൂർണമെന്റും അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സെന്റ് പാട്രിക്സ് ഡേയിൽ അവർ ചെയ്തൊരു ഇൻവോൾവ്മെന്റും എല്ലാം. പിന്നെ അവർ ഏറ്റവും റീസെന്റ് ആയിട്ട് ചെയ്തൊരു കാര്യമാണ് സൗത്ത് ഈസ്റ്റ് കാർണിവൽ എന്ന് പറയുന്നത്. വാട്ടർഫോർഡ് വൈക്കിംഗ് കാർണിവൽ എന്ന് അവർ പേരിടാതെ സൗത്ത് ഈസ്റ്റ് കാർണിവൽ എന്നുള്ള രീതിയിൽ ഒരു വലിയൊരു ഇവന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാർണിവലിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കാണ് എടുത്തു പറയേണ്ട വേറൊരു കാര്യം അവർ ചെയ്തത്. കാർണിവലിന് മുന്നോടിയായിട്ട് അവർ വാട്ടർഫോർഡ് തന്നെ ഒരു ഫ്ലാഷ് മോബ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതും നല്ല രീതിയിൽ ശ്രദ്ധയാകർഷിച്ച ഒരു പരിപാടിയായിരുന്നു. പല സ്ട്രീറ്റ് പെർഫോമൻസുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യൂറോപ്പിലൊക്കെ വരുമ്പോഴത്തേക്കും പലരും നിന്ന് മ്യൂസിക് വായിക്കുന്നതും അതുപോലെ പാട്ട് പാടുന്നതും അങ്ങനെയൊക്കെ. അപ്പം ഈ വാട്ടർഫോർഡ് വൈക്കിങ്സിന്റെ സൗത്ത് ഈസ്റ്റ് കാർണിവലിന്റെ മുന്നോടിയായിട്ട് ഒരു ഫ്ലാഷ് മോബ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതും നല്ലൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഒരു സ്ട്രീറ്റ് പെർഫോമൻസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെയുള്ള ആൾക്കാരിലേക്ക് കുറച്ചുകൂടെ അവർക്ക് ഇറങ്ങിച്ചെല്ലാനും അതുപോലെ വാട്ടർഫോർഡ് വൈക്കിങ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ മറ്റുള്ളവർക്ക് അറിയാനും എല്ലാം ഇങ്ങനൊരു ഫ്ലാഷ് മോബും അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആവും. സൗത്ത് ഈസ്റ്റ് കാർണിവൽ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും പങ്കെടുക്കാം. ഡിഫറെന്റ് റൈഡുകൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടി. അതുപോലെ ഡിഫറെന്റ് ഫുഡ് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഡിഫറെന്റ് കലാപരിപാടികൾ ഉണ്ടായിരുന്നു. പിന്നെ പോരാത്തിന് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് അവർ വിളിച്ചത് നമ്മുടെ ലക്ഷ്മി നക്ഷത്രയായിരുന്നു. സ്റ്റാർ മാജിക് ഫെയിം ആയിട്ടുള്ള ലക്ഷ്മി നക്ഷത്രയായിരുന്നു. അടിപൊളി പരിപാടിയായിട്ടാണ് സൗത്ത് ഈസ്റ്റ് കാർണിവലും വാട്ടർഫോർഡ് വൈക്കിങ്സ് നടത്തിയത് കേട്ടോ. അപ്പം വാട്ടർഫോർഡിലെ തന്നെ ഏറ്റവും വലിയ കാർണിവൽ ആയിട്ടാണ് അതവര് നടത്തിയത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് വാട്ടർഫോർഡ് വൈക്കിങ്സ് നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ സ്വന്തമായിട്ട് ഇപ്പോ ഇതുപോലെ ഒരു 9 ഏക്കർ കൗണ്ടി കൗൺസിലിൽ നിന്ന് അവർക്ക് അനുവദിച്ച് കിട്ടിയത് അവരുടെ സ്പോർട്സ് ഹബ്ബാക്കി അവർക്ക് മാറ്റാനും അതുപോലെ അവിടെ തന്നെ അവർക്ക് പല പല പരിപാടികൾ നടത്താനും എല്ലാം നല്ല രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ അക്കാര്യത്തിൽ അവർക്ക് വലിയൊരു സപ്പോർട്ടാണ് ഇവിടുത്തെ ഐറിഷ് കൗണ്ടി കൗൺസിലിന്റെ നിന്നും എല്ലായിടത്തു നിന്നും അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനിയും വാട്ടർഫോർഡ് വൈക്കിങ്സിന്റെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തായാലും ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. അപ്പം ഓൾ ദി ബെസ്റ്റ്. You could try to play it, but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hands stained from the people who deceive me. Muddy hands break through the chains, go free me. Looking for change, looking for pain. Pulling a mop, pushing a train. I'll never stop, stick to a lane. Pick up the pieces and go rearrange. I'll be the best above all the rest, put me to the test. Expect nothing less, your check is I'm chess. What's happening next? He got the venom, a tangible weapon, no coming in second. This life is a lesson. He got a new engine from pain, that's a blessing. New focus, no guessing, just bold and obsession. All in his possession, you got their attention. I'll leave an impression and take your redemption. Just kill no discretion, your mind is a weapon. 11-11, it's time for progression. You could try to play it, but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hands stained from the people who deceive me. Muddy hands break through the chains, go free me. People like sheep move feet, heard it